നമസ്കാരം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ കഴിഞ്ഞ 2-3 മാസമായിട്ട് അനുഭവിച്ചു വന്നിരുന്ന തൊഴിൽപരമായിട്ടുള്ള ഈ അനിഷ്ടാവസ്ഥകൾക്ക് സ്വല്പം ഒരു ആശ്വാസം ഉണ്ടാകുവാനും ഒരുപക്ഷെ 2017 സെപ്റ്റംബറിന് ശേഷം പൂർത്തീകരിക്കത്തക്ക വിധത്തിലുള്ള ഒരു പദ്ധതികൾ ആസൂത്രണം ചെയ്യുവാനും ഉൾപ്പെടുവാനും ഏറ്റെടുക്കുവാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. എന്നാൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായി സാമ്പത്തിക വിഭാഗം കൈകാര്യം ചെയ്തുകൊണ്ടുള്ള പ്രവർത്തന മേഖലകൾക്കൊക്കെ തുടക്കം കുറിക്കാവുന്നതാണ്. കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാതെ നോക്കണം. ഏറ്റെടുത്ത ദൗത്യത്തിന് സ്വല്പം കൂടുതൽ പ്രയത്നം വേണ്ടി വരുമെങ്കിലും പൂർത്തീകരിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. മംഗളകർമ്മങ്ങളിലും ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിലും സജീവ സാന്നിധ്യം വേണ്ടി വരുവാനിടയുണ്ട്. കഴിഞ്ഞ വർഷം കടം കൊടുത്തതായിട്ടുള്ള ബന്ധുവിന് സാമ്പത്തിക സഹായം ചെയ്തിട്ടുള്ള പണം തിരിച്ചു ലഭിക്കുവാനുള്ള അവസരം ഈ ഏപ്രിൽ മാസത്തിന് ശേഷം വന്നു ചേരുവാനുള്ള യോഗമുണ്ട്. വിദേശത്ത് താമസിക്കുന്നവർക്ക് അവിചാരിതമായി ഉദ്യോഗം നഷ്ടപ്പെടുവാനുള്ള യോഗമുണ്ടെങ്കിലും സുഹൃത്ത് സഹായത്താൽ താൽക്കാലികമായ ഉദ്യോഗത്തിന് അനുമതി ലഭിക്കുന്നത് വഴി ആശ്വാസകരമായ അന്തരീക്ഷം സംജാതമാകും. പുതിയ കാർഷികമായിട്ടുള്ള സമ്പ്രദായം ആവിഷ്കരിക്കുവാനുള്ള ഒരു കൂട്ടായ്മയിൽ പങ്കുചേരുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാനുള്ള യോഗം കാണുന്നു. ഗവൺമെൻറ്റിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പദ്ധതികളിൽ ഒരു യുക്തിപൂർവ്വം ചിന്തിച്ച് പ്രവർത്തിക്കുന്നത് വഴി വേണ്ടപ്പെട്ടവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തനം ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനുള്ള അവസരം ഈ മാസത്തിൽ ഉണ്ടായിത്തീരും. ഗതിവിഗതികൾക്കനുസരിച്ച് ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാനുള്ള യോഗം കാണുന്നു. വ്യക്തമായിട്ടുള്ള ദിശാബോധത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണ ഫലപ്രാപ്തി നേടുവാനും സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുവാനും യോഗമുണ്ട്. പുത്രപൗത്രാദി സംരക്ഷണത്താൽ മനസ്സമാധാനത്തിന് യോഗം കാണുന്നു. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. നിയതമായിട്ടുള്ള വ്യവസ്ഥകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണ ഫലപ്രാപ്തി നേടുവാനുള്ള അവസരം സൽകീർത്തിക്കും സജ്ജനപ്രീതിക്കും വഴിയൊരുക്കുവാനും അശ്വതി നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ യോഗമുണ്ട്. നമസ്കാരം.